ഇൻസ്പെക്ടർ, ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോന്ന് പറ. ഇല്ല സാർ. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഡൊമിനിക് അരുൺ ചിത്രം ലോക. തൂഫാൻ, തൂക്കി, അടിപൊളി. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ആഗോളതലത്തിൽ വൻ കളക്ഷൻ കുതിപ്പാണ് ചിത്രത്തിന് ലഭിച്ചത്. അത് ശരിയാ, നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും കാട്ടല് പോലെയാ ജനക്കൂട്ടം. നന്ദി പ്രിൻസി, 1000 നന്ദി. ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടി ലോകയെ തേടി എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട 4ാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ചിത്രം. എടാ ഭയങ്കര, അത് കലക്കി, അത് കലക്കി. ഈ സിനിമേന്റെ എന്തെടുത്താലും ഏത് ഭാഗം എടുത്താലും പോളി സാധനമാണ്. പിന്നെ ഇപ്പൊ അതിനകത്ത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, നീ ഒന്ന് എഴുതേറ്റേ. ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാ. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ, പാഠങ്ങൾ, അറിവുകൾ. ഇത് മുടിവില്ലടാ, ആരംഭം. നമുക്ക് ഒരു LC കിട്ടിയിരിക്കട്ടോ. സത്യം. ലോക സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി സഹു? ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. ഇത് 5 സിനിമയാണ് ഏത് ഈ യൂണിവേഴ്സിൽ വരുന്നത്, ലോക യൂണിവേഴ്സിൽ. ഇത് വേറൊരു സാമ്പിൾ മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അർജുനനാണല്ലേ ബെസ്റ്റ്? അല്ല, ശക്തനായ മറ്റൊരാൾ. അർജുനനേക്കാൾ പവർഫുൾ? അതെ. അവന്റെ വരവിന് മുമ്പ് ആകാശം അടയാളം കാണിക്കും, ഭൂമി പിളർക്കൂ, നക്ഷത്രങ്ങൾ ഉരുകി വീഴൂ. അവന്റെ വരവടുത്തു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ കാത്തിരിക്കുന്ന സാധനം കത്തനാറാണ്. സത്യമായിട്ടും കത്തനാറിന്റെ ഓരോ അപ്ഡേറ്റും വേറെ ലെവലാണ്. തീയാണ്. ചോദിക്കട്ടെ, എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ലാന്ന്. സത്യത്തിൽ ആരാ അവര്? സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതൊരു കുഴക്കുന്ന ചോദ്യം. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, നസീർ സാറൊക്കെ അഭിനയിച്ച സിനിമ വന്നിട്ടുണ്ട്, സീരിയൽ വളരെ പോപ്പുലർ ആയ സീരിയൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം കേവലം ഒരു പ്രീസ്റ്റ് അല്ല. അപ്പൊ ചോദിക്കും, താമ്പിന് താനെ പൊട്ടിമുളച്ചുണ്ടായതാണോ? അല്ല, ഒരു പുരോഹിതനല്ല, ഒരു പാതിരിയല്ല എന്നും അതിതീവ്രമായിട്ടുള്ള ചില മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. നമ്മുടെ കത്തനാരെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി വരുന്നത് ഐതിഹ്യമാലയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി, ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. അതായത് നമ്മൾ ഇതുവരെ ഐതിഹ്യമാലയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയലിലോ ഒന്നും കേൾക്കാത്ത ഒരു കത്തനാരെയാണ് ഞാൻ കേട്ടത്. അതാണ് എന്നെ അതിലേക്ക് താല്പര്യമുള്ള ആളാക്കിയത്. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. പക്ഷേ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് കത്തനാരുടെ മന്ത്രങ്ങളൊക്കെ ഒരു തരം ദുഷിച്ച ഭാഷയിലുള്ളതാണ്. ദുഷിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമല്ല, മലയാളവുമല്ല, ഒരു പ്രത്യേക ഭാഷയിലുള്ളതാണെന്നാണ് പറയുന്നത്. You still don't believe all this could be true? It could be the work of a madman. എന്തായാലും ഇതുവരെ നമ്മൾ കണ്ട ഒരു കത്തനാരുടെ ആവിഷ്കാരമല്ല ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വ്യത്യാസമുള്ള ഒരു അവതരണമായിരിക്കും. അത് അതിൻ്റെ മനോഹാരിതയിൽ സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്. ലോകം ഇപ്പൊ നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട്.
വന്നെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്തായിരിക്കും, അതും 10, 250, 300 ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള സീനുകളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിന്. ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ, അതിനുള്ള കാത്തിരിപ്പുണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂടി. അയാളൊരു വരവ് വരുമെന്റെ മത്തായിച്ച. വർക്കിച്ചായോ ദേ ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ലോക പാർട്ട് 2 വേണ്ടി കാത്തിരിക്കുന്ന പോലെ കത്തനാർ ഫസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. തകർക്കരുത്. വരട്ടെ. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.